ഹലോ ഓൾ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ എന്താ, ദൃഷ്ടിദോഷം. ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൃഷ്ടിദോഷം, കണ്ണീർ, നസാർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളമാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിതിനോടൊന്നും ആദ്യം വലുതായിട്ട് വലിയ നോളജില്ല എന്നല്ല, വീട്ടുകാർ പറയുമ്പോൾ ഞാനത് കണക്കിലെടുക്കത്തില്ല. എൻ്റെ അമ്മൂമ്മയും അപ്പച്ചനും അമ്മയൊക്കെ പറയും, ഇങ്ങനെ ഞങ്ങളെവിടെയും പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഈ മറ്റേ എന്തോ സംഭവമൊക്കെ വെച്ചിട്ടേ കുറേ ഇതൊക്കെ വെച്ചിങ്ങനെ ഉഴിഞ്ഞൊക്കെ ഇട്ടുതരും നമുക്ക്. അപ്പം ഞാനത് ചിന്തിക്കും, ഇതിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തുവാ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് പറയാം. അപ്പോൾ അവർ പറയും, ഇല്ല ഇതിങ്ങനെ കണ്ണ് കിട്ടുന്നതിൻ്റെതാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ നല്ല ഒരുങ്ങി കല്യാണത്തിനും ഒക്കെ പോയിട്ട് വരുമ്പോഴേ അപ്പം നല്ല തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നത്, നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് പോയാലേ അപ്പം അതിൻ്റെ തല കറക്കും ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവും. അത് ചെറിയ അത്ര കാര്യമല്ലാതെ എടുത്ത കാര്യമായിരുന്നു അന്ന്. അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്, നമ്മുടെ നെക്സ്റ്റ് മൂവ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോവുകയാണ്. അതിപ്പോൾ നമുക്ക് അത്രയും അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ചോദിക്കും നമ്മുടെ അടുത്ത്, നീ ഇന്നത് പഠിക്കുവാണല്ലേ, എങ്ങനത്തെ കോഴ്സാണ്, എന്ത് കോഴ്സാണ്, അതെങ്ങനെയാണ് പഠിക്കുന്നത്, അത് പഠിച്ചാലുള്ളത് എന്താണെന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ അവർ ചോദിച്ചിട്ട് അവരുടെ മൈൻഡിൽ അവർ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇവളിനി ഇത് പഠിച്ച് രക്ഷപ്പെട്ടാലോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. എല്ലാ പേരും അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം കൂടുതലും നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കുമല്ലോ കൂടുതൽ. നല്ല റിലേറ്റീവ്സും ഉണ്ടില്ല എന്നല്ല, എന്നാലും റിലേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് നമ്മൾ രക്ഷപ്പെട്ടാലോ, അവരെക്കാളും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന റിലേറ്റീവ്സിനെക്കാളും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന റിലേറ്റീവ്സാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പം ഞാൻ കുറേ നാൾ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ ലൈഫ് എടുക്കുവാണെങ്കിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിക്കാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല, അത്യാവശ്യം ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ +2 കഴിഞ്ഞു, ഞാൻ ഡിഗ്രി പഠിച്ചു. ഡിഗ്രിക്ക് നല്ല സപ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അരിയറൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് അരിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അരിയറൊക്കെ ഉണ്ടായിരുന്നു, നമുക്കത് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇയർ ബാച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇയർ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാൻ പറ്റും, ഇയർ ബാച്ച് സെമസ്റ്റർ അല്ല, ഇയർ പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇയറിൽ തന്നെ ഇപ്പോൾ സപ്ലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും, അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഇയറിൽ തന്നെ എന്ത് ചെയ്തു, എൻ്റെ ഡിഗ്രീസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, PG ചെയ്യണം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നെക്സ്റ്റ് PG അല്ലേ ചെയ്യുന്നത്, PG ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമ്മുടെ ആഗ്രഹമല്ലേ, നമ്മളിപ്പം മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇന്ന ഒരു ക്വാളിഫിക്കേഷൻ വേണം, ഇന്നടുത്ത് എത്തണം എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കാണുമല്ലോ നമ്മുടെ ലൈഫിൽ. അങ്ങനെ എനിക്ക് PG ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലോ, ഞങ്ങൾ എന്ത് പഠിച്ചാലും അവർക്ക് ഓക്കെയാണ്. ഇപ്പം ഇന്നത് പഠിക്കൂ, അല്ലെങ്കിൽ നീ ഇത് പഠിക്കേണ്ട, അടുത്തത് അങ്ങനെയൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് എന്താണോ ഓക്കെ അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ PG ചെയ്തു കേട്ടോ. PG ചെയ്തു. എനിക്ക് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്തു, അഡ്മിഷൻ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. മെറിറ്റ് സീറ്റിലാണ് കിട്ടിയത് കേട്ടോ. മെറിറ്റ് സീറ്റ് കിട്ടി. ഞാൻ ക്ലാസ്സിനൊക്കെ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാവരും ഒന്ന് പറയുമല്ലേ, റിലേറ്റീവ്സിൻ്റെ അടുത്തും എനിക്കിവിടെ അഡ്മിഷൻ കിട്ടി, ഞാനിങ്ങനെ പോകുന്നത്, ഇങ്ങനെയൊക്കെ പറയുമല്ലേ. പക്ഷേ ഞാനിത് ഭയങ്കര കാര്യമായിട്ടൊന്നും എല്ലായിടത്തൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോയി ഒരു 6 മാസം ഞാൻ ക്ലാസ്സിന് പോയി. അവിടെ കിട്ടിയത് PG കിട്ടിയത് സെമസ്റ്റർ ആയിരുന്നു കിട്ടിയത്. ക്ലാസ്സിനൊക്കെ പോയി 6 മാസമൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം. ഞാൻ 6 മാസം പോയി ഒരു എക്സാമിൻ്റെ ടൈം എത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു കോളേജിൽ പ്രിൻസിപ്പലിനൊരു ഇൻഫർമേഷൻ വന്നു, ഈ കുട്ടിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എന്തോ മാർക്കിൽ എന്തോ 0.4 ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന്, കാരണം ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോഴേ അങ്ങനെ ഒരു ഇത് വന്നെങ്കിലൊന്നും തോന്നത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാമല്ലോ.
ഈ 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പറയുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണം. നമ്മൾ പഠിച്ച് ഇത് ടെക്സ്റ്റും യൂണിഫോമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയി നല്ല ചില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയുവാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ വളരെ ഇതായിരുന്നു. എനിക്ക് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരേ ഉള്ളൂ, അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും എനിക്ക് എന്താണെന്നറിയുമ്പോൾ ഒത്തിരി സപ്പോർട്ടായിട്ട് നിന്നു. അവരെൻ്റെ കൂടെ വന്നു. അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി സംസാരിച്ചു. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ അടുത്ത് അവിടെ പോയി സാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് കാര്യം. ഇയാളൊരു കാര്യം ചെയ്തേ, ഇയാൾ PSC ചെയ്തു. ഇയാൾക്ക് ഡിഗ്രി ഉണ്ടല്ലോ, PSC ചെയ്തു. അപ്പോൾ PSC ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇവർ പറഞ്ഞിട്ടല്ലല്ലോ PSC നമുക്ക് ചെയ്യാം. PSC നമുക്ക് അറിയാമല്ലോ. പക്ഷെ നമുക്ക് PG ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അതിങ്ങനെ പറയുമ്പോൾ അവസ്ഥ ഭയങ്കര ഇതായിരുന്നു. അപ്പോഴൊന്നും ഞാനത് ചിന്തിക്കുന്നില്ല കേട്ടോ. ഞാനെന്നാൽ ഓക്കെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് അവർ പറയാം കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവാതെ എന്നൊക്കെ. ഞാൻ ഏകദേശം ഒരു 2-3 മാസം റൂമിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങത്തില്ല. ഇറങ്ങിയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് കാരണം ഇതെല്ലാം ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനായി എനിക്ക്. പക്ഷേ അത് കുറച്ച് ദിവസം എൻ്റെ ഹസ്ബൻഡ്, അതായത് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് ആളുടെ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ, എനിക്ക് വേറൊരു കോളേജിൽ തമിഴ്നാട്, കേരളത്തിലാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്, തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ആ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല വേറെ ഒത്തിരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇയാൾക്ക് അവിടെ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ആ ചേട്ടനാണെങ്കിൽ പോയി അവിടെ എനിക്ക് എന്ത് ചെയ്യുന്നറിയോ, തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് മേടിച്ചു തന്നു. എനിക്കവിടെ കിട്ടി. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് കുഞ്ഞു കോളേജ് ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. കോളേജ് നല്ല കോളേജാണ്, വേറെ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ പോയെന്നാണ് വലിയൊരു കോളേജാണ്. അവിടെ ആ കോളേജിൽ പോയി എനിക്ക് കിട്ടി. MCOM അഡ്മിഷനൊക്കെ കിട്ടി. എൻ്റെ PG MCOM ആണ് കേട്ടോ. കിട്ടി. ഞാനവിടെ പഠിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ ആയി. എനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ 1 ഇയർ പോയി. എൻ്റെ 1 ഇയർ വീണ്ടും പോയി. അങ്ങനെ കുറച്ചിതായി. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ ഒറ്റ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ അഡ്മിഷനായി. എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യം എല്ലാവരും അറിഞ്ഞു. എനിക്ക് എന്തോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ പഠിക്കുന്ന ഇവിടെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത കാര്യം ആർക്കും അറിയത്തില്ല. ഡിസ്കണ്ടിന്യൂ അല്ല. എനിക്ക് അവിടെ പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ആരും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇവിടെ അടുത്ത കോളേജിൽ MCOM അഡ്മിഷൻ കിട്ടിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ തന്നെ പോയി എന്ത് ചെയ്യാം, രാവിലെ പോകണം കേട്ടോ. ആ കോളേജിൽ രാവിലെ 8 മണിക്ക് നമുക്ക് അറ്റൻഡൻസ് ആണ്. അപ്പോൾ 8 മണിക്ക് നമുക്ക് അവിടെ കയറണം. അപ്പോൾ രാവിലെ പോകും. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആരും കാണത്തില്ലല്ലോ, രാവിലെ പോയില്ലേ. പോയിട്ട് ആരും പറഞ്ഞിട്ട് കാണാത്തൊരു ടൈമിൽ വന്നാണ് തിരിച്ച് കയറുന്നത്. അങ്ങനെ ഒരു സന്ധ്യ ഒരു ടൈമിൽ ആ ടൈമിൽ വരും. അപ്പോൾ ആർക്കും അറിയത്തില്ല ഞാൻ എവിടെയാണ് പോകുന്നത് എന്താണ്. കാരണം പക്ഷേ എല്ലാവർക്കും കൺഫ്യൂഷനുണ്ട്. കാരണം ആദ്യം പോയിക്കൊണ്ടിരുന്ന കോളേജിലെ യൂണിഫോം അല്ല, രണ്ടാമത് ഇട്ടുകൊണ്ട് പോകുന്ന വേറെ യൂണിഫോമാണ്. എന്നാൽ ആരും ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഞാൻ ഈ PG ആണെങ്കിൽ ആരുടെ പറയാതെയാണ് ചെയ്തത്. MCOM പോയത് ആർക്കും പറഞ്ഞില്ല. പക്ഷെ ആ കോളേജിൽ ഞാൻ ജയിച്ചു, പാസ്സായിട്ട് 86.6% ഞാൻ പാസ്സായി ഇറങ്ങി. ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ ആ കോളേജിൽ എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. പക്ഷെ ആ ടൈമിൽ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ആദ്യം അഡ്മിഷൻ കിട്ടിയ ടൈമിൽ ഇതുപോലെ എല്ലാവരും പറഞ്ഞ് നടന്നപ്പോൾ എനിക്കിങ്ങനെ കണ്ടോ പ്രശ്നം വന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ആരടുത്തും പറയാതെ പോയപ്പോൾ എന്ത് ചെയ്തു, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ള ഒരു ഇത് വന്നു. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടാൻ ഭയങ്കര തടസ്സമായിരിക്കും. കിട്ടിയാൽ തന്നെ അത് പോവും എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ചിന്തിക്കുന്ന എന്തെന്നറിയാമോ, ഒരാളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളും ഒരിക്കലും ഒരാളെക്കാളും ഇപ്പോൾ നമ്മളെക്കാളും മറ്റുള്ള ഒരാൾ നന്നാവണമെന്ന് ആരും ചിന്തിക്കത്തില്ല അല്ലേ. ചിന്തിക്കുന്നവർ വളരെ വിരളമായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവർ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനങ്ങനെ ചിന്തിക്കും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ കഷ്ടപ്പെട്ട് വളർന്നു വന്നപ്പോൾ
ഒരു നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അവർ രക്ഷപ്പെടുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കുക വേണ്ടേ. ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെ നല്ല പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും പ്രത്യേകിച്ച് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ എങ്ങനെ കാണുന്നത്, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നം കാണത്തില്ല. രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ നെക്സ്റ്റ് മൂവും നമ്മളൊരിക്കലും ആരോടും പറയരുത്. എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ പാസ്സായി, ഇപ്പം നമുക്ക് ഡിഗ്രി ഹോൾഡറായി അല്ലെങ്കിൽ PG ഹോൾഡറായി, അതൊക്കെ നമുക്ക് ഓക്കെ, നമുക്ക് ഇങ്ങനെ പാസ്സായിട്ടുണ്ട് അങ്ങനെ പറയാം. അല്ലാതെ ഞാൻ നെക്സ്റ്റ് ഇന്ന കോഴ്സ് ചെയ്യാൻ പോവുകയാണ്, ഇന്ന ജോബിനാണ് ഞാൻ അടുത്ത് ട്രൈ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ആരോടും പറയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഓക്കെ അത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ അങ്ങനെ നമുക്ക് തോന്നും. എനിക്ക് ഈ കുഴപ്പം, ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ ഇടുന്ന പരിപാടിയാണ് എനിക്ക്. കാരണം എവിടെയാണ് നമ്മുടെ നല്ല നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റാറ്റസ് ഇടും. പക്ഷേ പിറ്റേ ദിവസം ഒട്ടും എന്തെങ്കിലുമൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സ്റ്റാറ്റസ് ഒന്നും ഇടത്തില്ല. കാരണം എനിക്ക് തോന്നി അത് നമ്മുടെ നല്ല മൊമെൻറ്റ്സ് ഇടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് നമ്മളെന്താ പറയുക, നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, പഠിക്കുന്ന കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ്, നമ്മളൊരു വീട് വയ്ക്കാൻ പോവുകയാണ്, ആ കാര്യമൊക്കെ ആദ്യമേ ആരടുത്തും പറയാൻ പോകരുത്. ഞാനിങ്ങനെ ഒരു പ്ലാനുണ്ട് എനിക്ക്, ഞാനിങ്ങനെ വീട് വയ്ക്കാൻ പോവുകയാണ് എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ആരടുത്തും പറയില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ വീടായാലും എന്തായാലും നിങ്ങൾ അത് നേടിയതിന് ശേഷം ഓക്കെ പറയുക. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ആരടുത്തും പറയരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇത് എത്ര പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിങ്ങനെ നടന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചില ആൾക്കാർക്ക് അത് നിങ്ങൾ ഏത് മൈൻഡിൽ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നി. ഇപ്പോൾ എനിക്കിതൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഒത്തിരി അനുഭവം വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കാര്യം നിങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.